അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജ്യുവാലെ 2.0. അപ്പോൾ എക്കണോമിക്സിലെ നമ്മുടെ മൈക്രോ +2 എക്കണോമിക്സിലെ മോഡൽ എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങൾ നല്ല മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഇനിയിപ്പോൾ നമ്മളിത് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ദെൻ കുറച്ച് കെർവിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമ്മളിനി വീഡിയോ ചെയ്യും. എനിക്ക് തോന്നുന്നു ഒരു 10 പ്രോബ്ലംസോളം നമുക്ക് എക്കണോമിക്സിൽ തന്നെ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ദെൻ പ്രൈസ് എക്വിലിബ്രിയം കാണാൻ, ബജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ്, ദെൻ നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഇക്വേഷൻ, അതൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്, 5 മാർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഒരിക്കലും പ്രോബ്ലം 8 മാർക്കിന് ചോദിക്കില്ല, അതെന്തായാലും കോസ്റ്റ് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ആ പ്രോബ്ലംസ് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. അതായത് നിങ്ങൾ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് അതെങ്ങനെ ചെയ്യാം വിത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. അതേപോലെ തന്നെ ഇത് കൂടാതെ തന്നെ മോഡൽ എക്സാമിന് മുന്നേ ആയിട്ട് കർവുകൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. പിന്നെ മൈക്രോ നിന്നും പഠിക്കേണ്ടത് എസ്എ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യും, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒന്നും പഠിക്കാൻ ഇല്ലാത്ത കുട്ടികൾ, അതായത് എക്കണോമിക്സ് അറിയാം, സബ്ജക്റ്റ് എന്താണെന്ന് അറിയാം, അതിലേതൊക്കെ പഠിക്കേണ്ടതെന്ന് അറിയില്ല, മോഡൽ എക്സാം ആണ്, എല്ലാ ചാപ്റ്റേഴ്സും ഓടിച്ചെത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഈ പ്രോബ്ലംസും ഈ ക്വസ്റ്റ്യൻസും മിസ്സിൽ പറയുന്നുണ്ട്, അത്രയും പഠിക്കുക. ഇതിൽ മാക്രോയിൽ നിന്നും മൈക്രോയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. മൈക്രോയിൽ നിന്നൊരു 10-13 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, മാക്രോയിൽ നിന്നൊരു 10-15 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അങ്ങനെ മൊത്തം ഒരു 10-25 ക്വസ്റ്റ്യൻസ്, ഒരു 30 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയാം. ആ 30 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരേപോലെ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. സോ എല്ലാവരും എത്രയും വേഗം എക്കണോമിക്സ് പഠിക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയുള്ള 2 മാസം ഫെബ്രുവരി മാർച്ചും കംപ്ലീറ്റ് നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുക. എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ്, മെയിൻ ടോപ്പിക്സ്, SC ക്വസ്റ്റ്യൻസ് 8 മാർക്ക്, 5 മാർക്ക്, പിന്നെ എല്ലാം കൂടി നാളത്തെ എക്സാമിന് നിങ്ങൾ ഇത്ര മാത്രം മതി, അതൊക്കെ നമ്മുടെ ഹൈലൈറ്റ് ആണ്. സോ എല്ലാ കുട്ടികളും ഡെഫിനറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിൽ നിന്നാണ്. പാർട്ട് 1 ഫസ്റ്റ് സെക്ഷൻ ആണ്. ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഓർഡറിലാണ് മിസ് ചോദ്യങ്ങൾ എഴുതിയിരിക്കുന്നത്, അല്ലാതെ ചാപ്റ്റർ വൈസ് ഓർഡറിലല്ല. ചാപ്റ്റർ വൈസ് വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 8 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന 8 മാർക്കിൻ്റെ ചോദ്യം, ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ വിത്ത് ഡയഗ്രാം. ഇത് ഏതാ ക്വസ്റ്റ്യൻ എന്നറിയോ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇക്കണോമിക്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ഇന്നത് എഴുതാൻ പറയില്ല, നമ്മളോട് അതിൽ നിന്നുള്ള മീനിങ്ങാണ് ചോദിക്കുക. ഇവിടെ ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ, ഇതിന് നമ്മൾ വിളിക്കുക കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നാണ്. അല്ലാതെ അവർ കറക്റ്റായിട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം ഏതാ അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഒപ്റ്റിമം ചോയ്സ് ഓഫ് എ കൺസ്യൂമർ വിത്ത് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിരിക്കരുത്, ദാറ്റ് ഈസ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഇക്വിലിബ്രിയം എന്താണെന്ന് എഴുതുക, ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂട്ടിമുട്ടി വരയ്ക്കുന്ന പോയിന്റാണ് കൺസ്യൂമറിൻ്റെ ഒപ്റ്റിമം ചോയ്സ്. ദെൻ അത് രണ്ടിൻ്റെയും പ്രത്യേകത, ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ എല്ലാം വരച്ച് വയ്ക്കണം. കർവുകൾ ബജറ്റ് ലൈൻ വരയ്ക്കണം, ഇൻഡിഫറൻസ് കർവ് വരയ്ക്കണം, ദെൻ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെ കർവ് വരയ്ക്കണം. പിന്നെ ആ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ നിന്നും നിങ്ങൾ പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്, അവിടെയാണ് ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, എന്തുകൊണ്ടാണ് IC1 IC2 എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയുന്ന കംപ്ലീറ്റ് ടോപ്പിക് അവിടെ എഴുതണം. അപ്പോഴാണ് നമുക്ക് ആ 8 മാർക്കിൻ്റെ ഈ ചോദ്യം ഇവിടെ ആവുള്ളൂ കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇത് ചാപ്റ്റർ 2 ആണ്. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മുടെ ചാപ്റ്റർ 4 ആണ്. അതായത് 3 കണ്ടീഷൻസ് ആണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ളത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ 3 കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ MC = MR, അതായത് പ്രൈസ് ലൈനിനോട് മിനിമം പോയിന്റിനേക്കാൾ AVCയേക്കാൾ കൂടുതലോ അതിനൊപ്പമോ ആയിരിക്കണം നമ്മുടെ പ്രൈസ് ലൈന്. ദെൻ SMC കർവ് ഷുഡ് ബി നോൺ ഡിക്രീസിങ്, കുറയാനായിട്ട് പാടില്ല, ഇറ്റ് ഷുഡ് ബി ഇൻക്രീസിങ്. അതുപോലെ തന്നെ അങ്ങനെ 3 പോയിന്റ്സുകളുണ്ട്, അത് റൈസിങ് പാർട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ 3 പോയിന്റുകൾ വരയ്ക്കണം, പഠിക്കണം.
ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കർവ്. ഈ മൈക്രോയുടെ പ്രത്യേകത എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങളുടെ ആ കർവുകൾ ഡെഫിനറ്റായിട്ട് കാണിച്ചിരിക്കണം. ഇത് 8 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ 8 മാർക്കിന് ഇത് മാത്രമല്ല പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സും എഴുതിയിരിക്കണം. ദെൻ ബഡ്ജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരുന്നത്. സെക്കൻഡ് ചാപ്റ്റർ തന്നെയാണ്. ഇവിടെ നമുക്ക് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ബഡ്ജറ്റ് ലൈനിൻ്റെ ഷിഫ്റ്റ് എങ്ങനെയാണ്, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകം ഇൻക്രീസ് ആയി, അപ്പോൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനിൽ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത് അത് വേണം. ദെൻ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും എന്താണ്, ഇത് ചാപ്റ്റർ 5 ആണെന്ന് തോന്നുന്നു. നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 5 ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അവിടെയാണ് നമുക്ക് പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിങ്ങും വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും രണ്ടിൻ്റെയും എന്ത് വേണം, ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടിൻ്റെയും കർവ് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്താണ്, ആ ലോ പഠിക്കണം. ആ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ്റെ കർവ് വരയ്ക്കണം. അവിടെ റിലേഷൻഷിപ്പ് എഴുതണം. MP, AP, TP, ടോട്ടൽ പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മൂന്നിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഈ ലോ പ്രകാരം അത് പഠിക്കണം. ദെൻ കോസ്റ്റ് പ്രോബ്ലം, അതിൻ്റെ കർവ്. ഇത് പ്രോബ്ലം ആണ് നമുക്ക് ചോദിക്കുക 8 മാർക്കിന്. അതിൻ്റെ കൂടെ കർവ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സാധാരണ SSC, SMC, ABC, AFC, TVC ഒക്കെയാണ് ചോദിക്കാറ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിൻ്റെ കർവ് വരയ്ക്കാൻ പറയും. അതായത് കർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ TFC കർവ്, ദെൻ TVC, TC, ഈ കർവുകളൊക്കെ ഒന്നുകൂടി വരച്ചെടുക്കാനും കൂടി പറയും. അപ്പോഴേ നമുക്ക് 8 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് മൈക്രോ എന്ന് പഠിക്കുന്നത് എക്സസ് ഡിമാൻഡ് എന്താണ്, എക്സസ് സപ്ലൈ എന്താണ്. ഇവിടെ നമ്മൾ കർവ് പഠിക്കണം. 4 മാർക്സ് ആണ്. ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ ഒരു പ്രോബ്ലം 4 മാർക്കിന് നമ്മളിത് ചെയ്യൂ കേട്ടോ. ഇലാസ്റ്റിസിറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും 4 മാർക്കിന്. മാർക്കറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാനായിട്ടൊരു 4 മാർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. ഇതൊക്കെ പ്രോബ്ലം ആണ്. കോസ്റ്റ് പ്രോബ്ലം, ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം, ഇലാസ്റ്റിസിറ്റിയുടെ പ്രോബ്ലം, മാർക്കറ്റ് ഡിമാൻഡിൻ്റെ പ്രോബ്ലം, ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, എല്ലാം കൂടിയിട്ടുള്ളൊരു പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം ഒരു വീഡിയോ. ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ്, 3 മാർക്കിന് ചോദിക്കും. കർവ് വരച്ചിരിക്കണം. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, സെക്കൻഡ് ചാപ്റ്റർ ആണ്. അത് എന്താണ്, ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് 0 ആകുമ്പോൾ 1 ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 അതറിഞ്ഞിരിക്കണം. ദെൻ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി, ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. 3 പ്രോബ്ലംസ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ് ഇൻ ഹും ടു പ്രൊഡ്യൂസ്, അതാണ് എന്താ പറയുക സെൻട്രൽ പ്രോബ്ലംസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മാക്രോ എന്ന് പഠിച്ചാൽ മതി. ഒരു അബൌട്ട് 12 ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തിട്ടുള്ളൂ. 13 ക്വസ്റ്റ്യൻസ് ആണ് മൈക്രോ എന്ന് പഠിക്കാനുള്ളത്. മൈക്രോ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക, കർവ് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ടോപ്പിക്കിൻ്റെയും കർവ് പഠിക്കണം. എല്ലാ ടോപ്പിക്കിൻ്റെയും കർവ് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അറിഞ്ഞില്ലെങ്കിൽ പോലും അവിടെ മാർക്ക് കിട്ടും. അതും ഒന്നും മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കേണ്ട കർവുകളല്ല. യു ഹാവ് ടു സ്റ്റഡി വിത്ത് യുവർ ഓൺ എന്താ പറയുക ടെക്സ്റ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് കയ്യിലിപ്പോൾ ഇക്വിലിബ്രിയം വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ മിസ് വരയ്ക്കുന്നത് പോലെ ഇങ്ങനെ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടൊക്കെ വരച്ച് പഠിച്ചാൽ മതിയാവും. ഓക്കെ, അല്ലാതെ ഒന്നും നമുക്ക് മെഷർമെൻറ്റ് എടുത്ത് വരയ്ക്കേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് മാക്രോയിൽ നോക്കാം. മാക്രോയിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അവിടെ 5 ചാപ്റ്റർ ആണെന്നു മൈക്രോയിൽ. മാക്രോയിൽ നമുക്കൊരു 6 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ സ്കിപ്പിംഗ് പോർഷൻ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള പോലെ മിസ്സിന് തോന്നുന്നത് മാക്രോയിൽ. അപ്പോൾ കുറേ തിയറീസ് ഉണ്ട്, കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ മൈക്രോ വേഗം പഠിച്ചെടുത്തോളൂ നിങ്ങൾ. ദെൻ മാക്രോയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇവല്യൂഷൻ ഓഫ് ഈ മാക്രോ എക്കണോമിക്സ് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. മൈക്രോയും മാക്രോയും തമ്മിലുള്ള ഡിഫറൻസസ് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 4 മാർക്കിനാണ്. ഇവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമുക്ക് വരയ്ക്കാനും പഠിക്കണം, എഴുതാനും അറിയണം. അതിൽ നിന്ന് 2 മാർക്കറ്റുകൾ, ഫാക്ടർ മാർക്കറ്റ്, പ്രൊഡക്റ്റ് മാർക്കറ്റ്, റിയൽ ഫ്ലോ, മണി ഫ്ലോ, ഇതൊക്കെ എടുത്ത് എഴുതാൻ വേണ്ടി അറിയണം. എങ്കിലും നമുക്ക് ആ 4 മാർക്ക് കിട്ടുള്ളൂ. ദെൻ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ്, പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, 3 പഠിച്ചിരിക്കണം. GDP ക്യാൻ ബി കൺസിഡേഴ്സ് ആസ് എ വെൽഫെയർ ഇൻഡിക്കേറ്റർ, ക്വസ്റ്റ്യൻ മാർക്കാണ്, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതിനെ സാധൂകരിക്കുന്നതിനുള്ള കുറച്ച് പോയിന്റ്സുകൾ എഴുതണം. GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്, നോൺ മോണിറ്ററി ടേംസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. GDPയുടെ ഇൻകം ഒന്നും ഇനീക്വാളിറ്റി ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് നടന്നിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ് അവിടെ എഴുതേണ്ടത്. ദെൻ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, ഫങ്ഷൻസ് ഓഫ് മണി, രണ്ടും നമുക്ക് essay ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് മണി ചിലപ്പോൾ 8 മാർക്കിലേക്ക് പോവാട്ടോ. ദെൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി നന്നായി പഠിക്കുക. ലിക്വിഡിറ്റി ട്രാപ്പ് അവിടെയാണ് വരുന്നത്. 3 തരത്തിൽ ശരിക്ക് ഡിമാൻഡ്, ലിക്വിഡിറ്റി പ്രിഫറൻസ് നമുക്കുണ്ട് മണിയുടെ. അതിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് നല്ലപോലെ പഠിക്കുക. ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇത് 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ടൂൾസ് ഓർ പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് മെയ്ഡ് ബൈ ദ RBI ഇൻ ഓർഡർ ടു മേക്ക് മോണിറ്ററി സപ്ലൈ, മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി RBI യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻസ്, അതൊക്കെയാണ് അവിടെ എഴുതുന്നത്. വിത്ത്
എക്സ്പ്ലനേഷൻ ആണ്. ദെൻ MPSും MPCയും എന്താണ് നമുക്ക് 2 മാർക്സിന് ചോദിക്കാറുണ്ട്, അതിൻ്റെ പ്രോബ്ലവും ചോദിക്കും. ദെൻ 2 സെക്ടർ ഇക്കോണമിയുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വിത്ത് 4 മാർക്കിന് ചോദിക്കും. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണ് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് മിസ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇത് റിപ്പീറ്റഡ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗവൺമെൻറ്റും അതിൻ്റെ ഫങ്ഷൻസും ബജറ്റും ടൈപ്സും ഫിസ്ക്കൽ പോളിസി എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ദെൻ ഇൻ്റർനാഷണൽ ട്രേഡ് അതിൻ്റെ 3 ലിങ്കേജസ് 4 മാർക്കിന് ചോദിക്കും. BOP ആൻഡ് BOT എന്താണ് അതിൻ്റെ ഡിഫറൻസ് 4 മാർക്കിന് ചോദിക്കും. എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള 3 മെത്തേഡ്, ഫ്ലെക്സിബിൾ, ഫിക്സഡ് ആൻഡ് മാനേജർ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് 3 മെത്തേഡുകളുണ്ട്, അത് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പഠിക്കാനായിട്ട് കർവുകൾ ഇഷ്ടമില്ലാത്ത കുട്ടികൾ വേഗം പോയിട്ട് മാക്രോ പഠിക്കാം. ഇനി മാക്രോ തിയറി ആണ്, ഇക്വേഷൻസ് ആണ്, നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വേഗം പോയിട്ട് മൈക്രോ പഠിക്കുക. കാരണം രണ്ടിലും 2 ടൈപ്പ് ഓഫ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലും മാക്രോയിലും നമ്മളൊരു 10-17 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വേഗം പോയിട്ട് മൈക്രോയും മാക്രോയും പഠിക്കുക. ചാപ്റ്റർ ബേസ് വീഡിയോ ചെയ്യും. മിസ് പറഞ്ഞതുപോലെ നമുക്ക് നിങ്ങൾക്ക് മോഡൽ എക്സാം ആകുമ്പോഴേക്കും ഓൾ പ്രോബ്ലംസിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും, നിങ്ങൾ പഠിക്കേണ്ട പ്രോബ്ലംസ്. ഓൾ കർവ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ഓൾ essay ക്വസ്റ്റ്യൻ യു മസ്റ്റ് സ്റ്റഡി ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ദെൻ മൈക്രോ മാത്രമായിട്ട് നമ്മളൊരു ക്ലാസ് എടുക്കും. ദെൻ മാക്രോ മാത്രമായിട്ട് നമ്മളൊരു ക്ലാസ് എടുക്കും. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാം വീഡിയോ ഇടാൻ സാധിക്കട്ടെ എന്ന് മിസ് വിചാരിക്കുന്നു. സോ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ടൈം ഈസ് ഓവർ. മൈക്രോയും മാക്രോയും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മൈക്രോന്ന് 40 മാർക്ക്, മാക്രോന്ന് 40 മാർക്ക്, അങ്ങനെയൊന്നുമില്ല. രണ്ടിനും എന്താ പറയുക, കൂടുതലും കുറവും ചോദിച്ചിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കൗണ്ട് ചെയ്താൽ മനസ്സിലാവും. അങ്ങനെ ഒരു ഈക്വൽ റേഷ്യോ ഒന്നും ഇവർ തമ്മിലില്ല. 2 സെക്ഷനായിട്ട് ടോപ്പിക്ക് മാറ്റി എന്നുള്ളൂ, അല്ലാതെ ഇത് കംപ്ലീറ്റ് നമുക്ക് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറ്. ഒരു 10 മാർക്സ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മനഃപൂർവ്വം കളയാം, ബാക്കി 70 മാർക്ക് മാക്സിമം പിടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.